സാമാന്യം ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് പറയുകയാണ്. ഇല്ലെന്നറ, വല്ലെന്നറ, പത്തായെന്നറ, പൊലി പൊലി നിറ പൊലി എന്ന് പഴയ വാക്കുകളിൽ പറയുന്നുണ്ട്. ഉത്തരായനം ദക്ഷിണായനം എന്ന് പറഞ്ഞ് രണ്ട് കാലഘട്ടമുണ്ട്. ഒരു വർഷത്തില് 6 മാസമാണ് ഓരോ അയനങ്ങൾക്ക്. ഉത്തരായനം 6 മാസം, ദക്ഷിണായനം 6 മാസം. മകരം മുതൽ മിഥുനം വരെയാണ് ഉത്തരായനം. ദക്ഷിണായനം കർക്കിടകം മുതൽ മകരം വരെ, ധനുവരി. 6 മാസം ദക്ഷിണായനാണ്. അപ്പൊ ദക്ഷിണായനം ആരംഭമായ കർക്കിടക മാസമാണ്. കർക്കിടകത്തിൽ ദക്ഷിണായനം തുടങ്ങാം. ഈ ദക്ഷിണായനവും ഉത്തരായനവും തമ്മില് ദേവന്മാരുടെ കാലം, മറ്റ് ദേവന്മാരല്ലാത്തവരുടെ കാലം എന്ന് പറഞ്ഞിട്ട് തിരിക്കാറുണ്ട്. ശുഭകാര്യങ്ങൾക്ക് ഉത്തരായനത്തിലറിയാം. അത് ദേവപ്രതിഷ്ഠ, അർച്ചനകൾ, രക്ഷാർച്ചനകൾ, ഇതെല്ലാം ഉത്തരായന കാലത്തിലറിയാം. കർക്കിടക മാസത്തില് ഇതൊന്നും പതിവില്ല. കർക്കിടക മാസം പ്രപഞ്ചം തന്നെ ഒരു പ്രത്യേക സ്വഭാവമായിട്ട് കാലകർഷകരുടെ പ്രകൃതി തന്നെ കാലവർഷമായിട്ട് പ്രകൃതികള്, മഴ, ഇടിമിന്നല്, ഭൂകമ്പം, പ്രകൃതിക്കൊരു ഇരുണ്ട ഒരു സ്വഭാവമായിട്ട് മാറുക. അത് പ്രകൃതിയിൽ ജീവിക്കുന്ന നമ്മൾ എല്ലാ ജീവജാലങ്ങൾക്കും അതിന്റെ അനുഭവം ഉണ്ടാകുന്നതുകൊണ്ടാണ് കാലവർഷത്തെത്തികള്, രോഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആ അനുഭവിക്കേണ്ടി വരും. അത് നമ്മൾ നിർമ്മിച്ച് ആരാധിക്കുന്ന ക്ഷേത്രങ്ങള്, ആ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വീടുകളിൽ നടത്തുന്നത്, അതാണ് ഇല്ലെന്നതാണെന്ന് പറയാം. സാധാരണ പഴയകാലത്തെ ഇല്ലങ്ങളിൽ നടത്തുന്നത് അങ്ങനെ ഒരു ഗതിയുണ്ട്. ക്ഷേത്രങ്ങളായ ഈശ്വര ചൈതന്യങ്ങൾക്ക് ഈ കാലവർഷക്കെടുതി കൊണ്ടൊക്കെ ഒരു ചൈതന്യ ക്ഷയം ഉണ്ടാകുന്ന പറയാം. അങ്ങനെ ചൈതന്യക്ഷയം ഉണ്ടാകുമ്പോൾ നമ്മള് അതിനെ ആ ക്ഷേത്രത്തിൽ നിന്ന് പ്രാണനം ചെയ്യുമ്പോഴാണ് ക്ഷേത്രമാകുന്നല്ലേ പറയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള അശുഭങ്ങളായിട്ടുള്ള ലക്ഷണങ്ങളെ കൊണ്ട് ചേഷ്ടകൾ വന്നുകൂടി ആ ചൈതന്യങ്ങൾക്ക് ഹാനി സംഭവിക്കുമ്പോൾ ഇങ്ങനെ വിശേഷമായിട്ടുള്ള ആ ദക്ഷിണായനാരംഭ കാലഘട്ടത്തില് കർക്കമാസത്തിലെ കർക്കവാവ് കഴിഞ്ഞിട്ട് വരുന്ന ദിവസങ്ങള്, പ്രത്യേകിച്ച് വരുന്ന ഞായറാഴ്ച തൊട്ടാണ് വരുന്ന, പിന്നെ സൗകര്യം പോലെ എല്ലാ ദിക്കിലും പല രീതിയിൽ ചെയ്യുന്നത്. എന്നാലും വാവ് കഴിഞ്ഞാണ് പതിവ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ദിവസം ഐശ്വര്യത്തിന്റെ പ്രതിദാനം ചെയ്യുന്നത് ഹിന്ദു ആചാരപ്രകാരം ഐശ്വര്യലക്ഷ്മിയായിട്ടാണ് നടക്കുന്നത്. ഐശ്വര്യം എന്ന് പറഞ്ഞ ലക്ഷ്മിയാണ്. അപ്പൊ അത് അറിയാമല്ലോ. അപ്പൊ ആ ലക്ഷ്മി, മഹാലക്ഷ്മിയെ ചേട്ടകളൊക്കെ കളഞ്ഞ് മഹാലക്ഷ്മിയെ ഇല്ലത്തില് കൊണ്ടുവച്ചിട്ട് നിറക്കട്ടെ നിറക്കട്ടെ, എല്ലാ ഐശ്വര്യം നിറക്കട്ടെ എന്ന് പറയുകയാണ് ഇല്ലെന്നുള്ള പറയാം. അപ്പൊ അത്
മംഗളേ